ഓക്കെ ബ്രോ, അതെടുത്തു. Good morning. We are so glad to join us. Apple make beautiful and aesthetic products. സോ ഇന്ന് ഞാനിപ്പോ ആയിരിക്കുന്നത് വീണ്ടും ആക്ഷൻ ഡ്യൂഡിന്റെ വീട്ടിലാണ്, കേരളത്തിലാണ്. അതുകൊണ്ട് ഞാൻ മലയാളത്തിൽ സംസാരിക്കുകയാണ്. അപ്പൊ എല്ലാ മലയാളികൾക്കും ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ കോട്ടയം സ്റ്റൈൽ ഫിഷ് കറി, കൂർക്ക മെഴുക്കുപുരട്ടി, ചെമ്മീൻ അച്ചാർ. ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. അതുമല്ല, ഇന്ന് നല്ല മഴയുണ്ട് ഇവിടെ. ഇന്ന് നമ്മുടെ ആക്ഷൻ ഡ്യൂഡിന്റെ വീട്ടിലേക്ക് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഇതിന് മുന്നേ ഞാൻ 2 വട്ടം ഈ വീട്ടിൽ വന്നിട്ടുണ്ട്. അന്നൊന്നും എനിക്ക് ഇത്രയും ലുക്ക് ഇല്ലായിരുന്നു. ഇപ്പൊ എനിക്ക് നല്ല ലുക്ക് ഒക്കെ ആയി. Good morning. Welcome to Apple Park. Good morning. We are so glad to join us. And Apple. ഇനി ഈ ടിം കുക്ക് അണ്ണൻ സിഇഒയിലില്ല. ഇനി റെസ്റ്റ് എടുക്കാൻ പോവാ. പക്ഷെ ഒരു കാര്യം, ആപ്പിൾ വിട്ട് പോകത്തില്ല. ഇവിടെ ഭയങ്കര മഴ വരുവാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് നിൽക്കാം. ഓക്കെ, ഇതാണ് ആക്ഷൻ ഡ്യൂഡിന്റെ ഹോം തിയേറ്റർ. ഇന്ന് നമ്മുടെ ആക്ഷൻ ഡ്യൂഡ് പുതിയൊരു ഫോൺ നമ്മുടെ ഇന്ന് വാങ്ങിച്ചിരിക്കുന്നു. അതിന്റെ സന്തോഷ കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹം നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചിരിക്കുന്ന ഏത് ഫോൺ എന്ന് വെച്ചാൽ iPhone 16. എടോ, അത് 16 അല്ല, അത് 17 16 അല്ലെന്ന്, അത് 17. ഓ സോറി 16ഉം ഇപ്പൊ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിരിക്കുന്ന 17ഉം ഒരേപോലെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് വലിയ വ്യത്യാസമൊന്നും വരില്ല. അതുകൊണ്ട് ഞാൻ തെറ്റി പറഞ്ഞു പോയതാണ്. സോ ആക്ഷൻ ഡ്യൂഡ് എടുത്തിരിക്കുന്നത് iPhone 17 ആണ്. കണ്ടു. ഓക്കെ ബ്രോ, അതെടുത്തോ. ബ്ലൂ കളർ. ഇതാണ് iPhone 17. ഓക്കെ, അപ്പോൾ ഇതിന്റെ ബ്രോ അൺബോക്സ് ചെയ്യാണ്. ഞാനായിരുന്നു നമ്മുടെ iPhone 30 അൺബോക്സ് ചെയ്ത വീഡിയോ പറഞ്ഞുണ്ടോ. അത് കഴിഞ്ഞിട്ട് iPhone 16 ഞാനാണ് ബോക്സ് ഫീൽ ചെയ്തത്. അപ്പൊ ഇപ്പൊ എന്തായാലും അനിയനൊന്ന് ചെയ്യണമെന്ന് ആഗ്രഹം. അപ്പൊ അവൻ ചെയ്യാമാണ്. ചെയ്തോ. ഓക്കെ, ഞാനിവിടെ ഒന്ന് തൊടണമല്ലോ. ഓക്കെ, ഇവിടെ വെച്ചോണ്ടി. ഈ കളർ എങ്ങനെയുണ്ട്? എനിക്ക് ഇഷ്ടപ്പെട്ട കളറായിരുന്നു ഇത്. ഇനി പീൽ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇനി നമ്മൾ ഫോൺ ബൂട്ടപ്പ് ചെയ്യാൻ പോവാണ്. ആപ്പിൾ ലോഗോ. അപ്പോൾ നമ്മളിനി കൂടുതലൊന്നും ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ കുറച്ച് പരിപാടിയുണ്ട്. ഇപ്പോൾ ഇരിക്കുന്ന ഈ ഫോൺ എക്സ്ചേഞ്ച് ചെയ്യുന്ന അതൊക്കെ നിങ്ങൾ വീഡിയോ കണ്ടാൽ മതി. ഓക്കെ, ചെറിയ ട്വിസ്റ്റ് ഉണ്ട് വീഡിയോക്കകത്ത്. നമ്മുടെ ഫോൺ തുറന്നു വന്നിട്ടുണ്ട്. ബിഗർ ഡിസ്പ്ലേ, ബിഗർ സൈസ് ആണ്. അപ്പോൾ ഇനി എന്തായാലും iPhone 16 എൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഡേറ്റാസ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്തകത്തോട്ട് ആക്കണം. 17 കറക്റ്റ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഫോൺ എടുത്തിട്ടുണ്ട് 17. ഓക്കെ, ഇതിപ്പോൾ നമ്മളൊന്നും സെറ്റപ്പ് ചെയ്തിട്ടില്ല. എല്ലാം സെറ്റപ്പ് ഒക്കെ ചെയ്യണം. സീൻസ് ആണ്, നല്ല കളർ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ പറയാം. അപ്പോൾ നമ്മളിപ്പോൾ അതുപോലെ ഫോണൊക്കെ എടുത്തതിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ അല്ല, നമുക്ക് ഭയങ്കരമായിട്ട് വിശന്ന് കേട്ടോ. ഇവിടെ നിന്ന് കടയിൽ നിന്ന് അപ്പവും കോഴിക്കറിയും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിക്കുകയാണ്. മമ്മിക്ക് പൊറോട്ടയാണ്. അപ്പോൾ അതാണ് പാത്രം പോലെ ഇരിക്കുന്ന അപ്പം. അവിടെ A few moments later. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ട്. സാധനമൊക്കെ എടുത്തിട്ട് നമ്മളിപ്പോൾ വീട്ടിൽ വന്നിട്ടുള്ളൂ. നമ്മൾ നല്ല ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 17 ആയിട്ട് നമ്മൾ ഹോം തിയേറ്ററിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇനി മൊത്തം കളികൾ ഇനി ഇതിനകത്തായിരിക്കും. ഇതിനായിട്ട് സെറ്റപ്പ് ചെയ്തിട്ടില്ല, സെറ്റപ്പ് ചെയ്യണം. അപ്പോൾ ഇതാ ഗൈസ്, ഇതാണ് നമ്മുടെ ഫോണിൻ്റെ ബോക്സ്. ഇതാ നല്ല നീല കളർ ബോക്സ് ആണ്. മാനെ, എൻ്റെ പണ്ടത്തോട്ടുള്ള ആഗ്രഹമായിരുന്നു നീല കളർ iPhone. പിന്നെ ഇത് പുതിയതായിട്ട് വാങ്ങിച്ച അഡാപ്റ്റർ ആണ് ഞങ്ങളുടെ വീട്ടിൽ. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഈ അഡാപ്റ്റർ ഒന്ന് പൊട്ടിക്കാം. ഫോൺ പീൽ ചെയ്തത് എൻ്റെ അനിയനാണ്. ഇതിപ്പോൾ ഞാനാണ് പീൽ ചെയ്യുന്നത്. പണ്ട് ഞാൻ ഇതുപോലെ ഒരു അഡാപ്റ്റർ അൺബോക്സ് ചെയ്തായിരുന്നു. അത് iPhone 13 ആയിരുന്നു. അതാണ് നമ്മള് ഇതിന്റെ USB ലൈറ്റ്നിങ് കേബിൾ അഡാപ്റ്റർ പൊട്ടിക്കാൻ പോവാണ്. നൈസ് അൺബോക്സിങ്. ഒരു സിമ്പിൾ ആയിരിക്കും നമ്മുടെ അഡാപ്റ്റർ. അതാണ് 3 വർഷങ്ങൾക്ക് ശേഷം അടുത്ത അഡാപ്റ്റർ ഞാൻ പൊട്ടിക്കുകയാണ്. ന്യൂ അഡാപ്റ്റർ ഞാൻ ഫൈനലി എടുത്തിട്ടുണ്ട്. ഗായ്സ് നോക്കൂ, ഇതാണ് നമ്മുടെ പുതിയ iPhone 17 അഡാപ്റ്റർ. ക്ലീൻ ബോക്സ് ആണ് നമുക്ക് കിട്ടിയത്. ഇതാണ് വയർ. ഞാൻ വയർ പൊട്ടിക്കുകയാണ്. സ്പീഡിൽ നടക്കാം, നിങ്ങളെല്ലാവരും കണ്ടു മടുത്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ സിമ്മിച്ചിട്ട് പിന്നെ ഇത് നമുക്കാണ്. ഇതെടുക്കട്ടെ. ഇല്ലതാ, സിമ്പിളായിട്ട് എടുത്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. വയറും എടുത്തു, അഡാപ്റ്ററും എടുത്തു. ഇനി നമുക്ക് നമ്മുടെ ഫോണിലേക്ക് വരാം. നമ്മുടെ ഫോൺ നമ്മൾ നേരത്തെ കടയിൽ നിന്ന് വെച്ച് എല്ലാം സെറ്റ് ചെയ്ത് കവറൊക്കെ ഇട്ട്. നമസ്കാരം എന്നല്ലേ,
അപ്പോൾ ഞാൻ എന്തായാലും ഇനി നമ്മുടെ വീട്ടിലത്തെ വൈഫൈ കണക്ട് ചെയ്യുകയാണ് കേട്ടോ. നമുക്ക് ഇംഗ്ലീഷ് കൊടുത്തു, ദെൻ ഇന്ത്യ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി അപ്പിയറൻസ് സെലക്ട് ചെയ്യാം. നമുക്ക് ഡിഫോൾട്ട് മതി. കണ്ടിന്യൂ. സെറ്റപ്പ് വിത്തൗട്ട് അനന്തർ ഡിവൈസ്. അപ്പം സംഭവമായിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൊത്തം സെറ്റപ്പ് ആയിട്ട് വരാം. പിന്നെ ഒരു ട്വിസ്റ്റും കൂടി കാണിച്ചു തരാം. ഗൈസ്, ഇതാണ് iPhone 70, ഇതാണ് iPhone 16. അപ്പോൾ ഗൈസ്, എന്റെ കയ്യിരിക്കുന്ന ഈ iPhone 16 ഉണ്ടല്ലോ, ഇത് ഞാൻ എന്റെ ബ്രോന് കൊടുക്കുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് അവന്റെ സന്തോഷവും റിയാക്ഷൻ ഒക്കെ കാണിക്കാം. ഇപ്പൊ ഈ ഫോൺ എന്റെ രീതി ഇരിക്കുവാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ iPhone 16 നിന്ന് iPhone 17ലേക്ക് ഡേറ്റാസ് കാര്യങ്ങളൊക്കെ മൊത്തം ട്രാൻസ്ഫർ ചെയ്യണം. കുറച്ച് നേരത്തെ പരിപാടിയാണ്. ഈ ഫോണിനകത്ത് ഡേറ്റ മൊത്തം ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ ഗൈസ്, ഇതാണ് എന്റെ മറ്റൊരു ഫോൺ. ഇതാണ് എന്റെ 16. ഇനി ഇതിപ്പോ എന്റെ അല്ല, ഇനി ഇത് എന്റെ ബ്രോന്റെ ഫോണാണ്. അതായത് ഇവിടെ കിടപ്പുണ്ട് അല്ലടാ. അത് ആദ്യമായിട്ട് ഐഫോൺ യൂസർ ആവുകയാണ്. ഞാൻ ഇത് മൊത്തം ഇറേസ് ചെയ്യാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. ഈ ഫോൺ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് 80% ചാർജ് ഉണ്ടായിരുന്നു. ഇപ്പൊ 64% ആയി. കാരണം അത്രയ്ക്കും ഡേറ്റയാണ് കയറിയത്. അപ്പം ഒന്നും നോക്കുന്നില്ല, ഒറ്റ മൈൻഡ് ഇല്ല, ഇറേസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ സുഹൃത്തുക്കളെ, റീസെറ്റ് എടുക്കുന്നു. ഇറേസ് ഓൾ കണ്ടന്റ് ആൻഡ് സെറ്റിംഗ്സ്. ഇത് നിൽക്കുകയാണ്. ഓക്കെ, മൊത്തം മാറ്റുവാണ് ഗൈസ്. എന്റെ ആപ്പിൾ ID എല്ലാം പോവുകയാണ്. അതിന് പിന്നെ സിം ഊരില്ല, സിം ഊരട്ടെ. അപ്പോൾ ഗൈസ്, ഞാൻ എന്താ സിം ഊരുവാണേ. സിമ്മൂരി ഗൈസ് ആണ് എന്റെ കുഞ്ഞി സിം. ഓക്കെ, അതുകൊണ്ട് ഇപ്പൊ സിം അവൈലബിൾ അല്ല എന്ന് കാണിക്കുന്നു. അപ്പൊ ഞാൻ എല്ലാം ഇറേസ് ചെയ്ത് കളയാൻ പോവാണ്. ഇറേസ് ഐഫോൺ എടുത്തു, ലോക്ക് അടിക്കുന്നു. അപ്ലോഡിങ് ഡേറ്റ ടു ഐക്ലൗഡ്. ഗൈസ്, നിങ്ങൾ ഈ ആപ്പിൾ ഐഡിയുടെ പാസ്വേഡ് ഒരിക്കലും മറന്നു പോലെ. അത് ഭയങ്കര പണി കിട്ടും, ഭയങ്കര ചടങ്ങാണ്. ഞാൻ ഇത് ഓർത്തിരുന്നതുകൊണ്ട് ഓക്കെ. ഇനിയിപ്പം ഒന്നുമില്ല, എല്ലാം അടിച്ചു കഴിഞ്ഞു. ഇനി ഇത് ഇറേസ് ആവാൻ പോവുകയാണ്. iPhone 60 ഡേറ്റ എല്ലാം നമ്മൾ ഇറേസ് ചെയ്യുകയാണ്. ചിട്ടി നമ്മുടെ iPhone 16, അതായത് എന്റെ ബ്രോന്റെ ഫോണായി. ഇപ്പം ഇത് മൊത്തം ആദ്യം മുതലായി പുതിയ ഫോണായി. ഇനി ഇവന് ആപ്പിൾ ID ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. ഗൈസ്, ഫൈനലി അങ്ങനെ iPhone 70 ഓൺ ഹോം തിയേറ്റർ. അപ്പൊ ഗൈസ്, ഫൈനലി ഇത്രയും പെട്ടെന്ന് 17 എടുക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. എല്ലാം പെട്ടെന്നായിരുന്നു. ഓക്കെ ഗൈസ്, അപ്പൊ ഞാനല്ല ഇത് വാങ്ങിച്ചത്. എന്റെ ഡാഡി മമ്മിയും കാരണമാണ് ഇതെനിക്ക് കിട്ടിയിരിക്കുന്നത്. അവരാണ് എനിക്കിത് വാങ്ങിച്ചത്. നമ്മുടെ വീട്ടുകാരുടെ ഇതിനൊക്കെയുള്ള സപ്പോർട്ട് കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. പിന്നെ മെയിൻ എന്തിനാണ് ഇതുപോലത്തെ ഫോണൊക്കെ വാങ്ങിക്കുന്നത്? ചുമ്മാ ഷോ കാണിക്കാനോ അതിനൊന്നും അല്ല, നല്ല വീഡിയോ ക്വാളിറ്റി കിട്ടാൻ വേണ്ടിയാണ്. അതായത് ഞാൻ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നുണ്ട്, നല്ലൊരു ക്വാളിറ്റി ആയിട്ട് വീഡിയോ എടുക്കാനും അതിനുവേണ്ടിയാണ് ഈ ഫോണൊക്കെ നമ്മൾ അന്നോട്ട് വാങ്ങിക്കുന്നത്. ഓക്കെ, ഇതിന് മുന്നേ ഞാനും ആൻഡ്രോയിഡും ഒക്കെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, ചെറിയ ചെറിയ ക്വാളിറ്റി ഒക്കെ ഉള്ളത്. അവിടെ തന്നെയാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. നിങ്ങൾ കാണുന്നത് വിചാരിക്കും യൂട്യൂബ് മണിയൊക്കെ കൊണ്ടാണ് ഇതൊക്കെ വാങ്ങിക്കുന്നത്. ഒന്നുമല്ല, യൂട്യൂബിൽ നിന്ന് ഒരു പറയുന്നില്ല. എന്നാലും കുറച്ചൊക്കെ നമുക്ക് അതല്ല, അത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് എന്റെ ഡാഡി കാരണമാണ്. എന്നിട്ട് എന്റെ മമ്മിയുടെ സപ്പോർട്ട്, പിന്നെ എന്റെ അനിയന്റെ സപ്പോർട്ട് എല്ലാം കൊണ്ടാണ്. പിന്നെ നിങ്ങൾ തരുന്ന ചെറിയൊരു സപ്പോർട്ട്, അതുകൊണ്ടാണ് നല്ല വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടി ഒരു ത്വര വരും. അങ്ങനെ കൂടിയാണ് ഈ ഫോണൊക്കെ എടുത്തത്. ഓക്കെ, ആപ്പിളിന്റെ ലേറ്റസ്റ്റ് ഫോണാണ്. ഇനി iPhone 18 ബേസ് വേരിയന്റ് കാണത്തില്ല എന്ന് പറയുന്നത്. iPhone 18 കാണത്തില്ല, 18 പ്രോയെ കാണത്തുള്ളൂ. അപ്പോൾ വീണ്ടും ബേസ് വേരിയന്റ് ആയിട്ട് നിലനിൽക്കുന്നത് iPhone 17 ആയിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അങ്ങനെയാണ് റൂമേഴ്സ് വരുന്നത്. അപ്പോൾ iPhone 70 ഒരു വർഷം കൂടി നല്ലതായിട്ട് ലേറ്റസ്റ്റ് ഫോണായിട്ട് തന്നെ നിൽക്കും. അപ്പൊ നല്ലൊരു ലേറ്റസ്റ്റ് ഫോണാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഗൈസ്, ഞാൻ കറന്റ്ലി യൂസ് ചെയ്തോണ്ടിരുന്ന 16 അതെന്റെ ബ്രോയിന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഫോൺ ഇന്നലെയാണ് എടുത്തത്. ഇന്നലെ ഞാൻ ഉറങ്ങിയൊന്നുമില്ല. അന്നേ ഇങ്ങനെയായിരുന്നു, പുതിയൊരു സംഭവം വാങ്ങിക്കുമ്പോൾ നമുക്ക് ഉറക്കം വരത്തില്ല. പിന്നെ ഇതിന്റേതായ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ iPhone 60 എക്സ്ചേഞ്ച് ചെയ്യാത്തതുകൊണ്ട് എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നു. കാരണം പഴയ ഫോൺ കൊടുക്കുമ്പോൾ ഒരു വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ ആയിരുന്നു എനിക്ക് 13 കൊടുത്തപ്പോൾ വിഷമം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ 60 നമ്മൾ കൊടുത്തില്ല. അതുകൊണ്ട് വീട്ടിൽ തന്നെ വന്നിരുന്നാണ് ഡേറ്റ ട്രാൻസ്ഫറിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയത്. അപ്പൊ എന്റെ ഫോൺ അനിയൻ എടുക്കുവാണല്ലോ, അപ്പൊ അവന് പുതിയ ആപ്പിൾ ID ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത് മൊത്തം സെറ്റപ്പ് ചെയ്തിട്ട് ഏകദേശം 3 മണിയാണ്ടായപ്പോഴാണ് കിടന്ന് ഉറങ്ങിയത്. പിന്നെ ഫോൺ അത്യാവശ്യം ചാർജ് ഒക്കെ ചെയ്തിട്ട് പിന്നെ പോർച്ചുഗലിന്റെയും അർജന്റീനയുടെ ഒക്കെ കളി ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ടുകൊണ്ടിരുന്നു. ഇതാണ് 16 ബോക്സ്. ഇതായിരുന്നു ആക്ഷൻ ഡൂഡ് സെക്കൻഡറി ആയിട്ട് നമ്മുടെ വാങ്ങിച്ച ഫോൺ. അതായത് ആദ്യമേ 13 വാങ്ങിച്ചു, അത് കഴിഞ്ഞിട്ട് 16 വാങ്ങിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അപ്പൊ അത് കഴിഞ്ഞിട്ട് വായിച്ചിരിക്കുന്നു. ഇത് 2 ബോക്സ് നിങ്ങൾ നോക്കൂ, ഒരേപോലെ അല്ലേ? കളർ മാത്രമാണ് വ്യത്യാസം. ഇത് ബ്ലാക്ക് ആണ്, ഇത് മിസ്റ്റ് ബ്ലൂ സോറി, നമുക്കൊന്നും അറിയത്തില്ല, നമ്മളെ പിള്ളേർക്കെല്ലാം അറിയത്തുള്ളൂ. ഇതിന്റെ പേര് മിസ്റ്റ് ബ്ലൂ ആണ്. ആക്ഷനോടെ അടുത്ത് 17 പ്രോ വാങ്ങിക്കാൻ ഞാൻ കുറെ വട്ടം പറഞ്ഞ കേട്ടില്ല. അവര് 70 തന്നെ മതിയെന്ന്. നോക്കൂ, ഇതാണ് iPhone 16. കണ്ടോളൂ, നീ കണ്ടില്ലെന്ന് പറയണ്ട. ഇതാണ് എന്റെ iPhone 16 ആണ്. ഇതിപ്പോ എന്റെ അല്ല, ഇതിപ്പോ എന്റെ ബ്രോന്റെ ഫോണാണ്. കണ്ടോ, അവന്റെ വാൾപേപ്പർ ഒക്കെ ഇട്ട് സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ പിടിയിടാൻ കൊണ്ട് ആരാ ഐഫോൺ യൂസറായി. ഒരു 2 വർഷമായിട്ട് ആപ്പിൾ ഫോൺ ഉണ്ട് എന്റെ ഇരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ യൂസ് ചെയ്യും. പിന്നെ മൊത്തം നമ്മുടെ ഹോം തിയേറ്റർ വീഡിയോസ് എല്ലാം ക്യാമറമാൻ ഇവനാണ്. അങ്ങനെ ഐഫോൺ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഇവന്റെ കൂട്ടുകാരന്റെ ഒക്കെ യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ പ്രോപ്പർ ആയിട്ട് ഐഫോൺ യൂസ് ചെയ്തിട്ടില്ല. കിട്ടിയത് സ്വന്തമായിട്ട് 16 തുടക്കത്തിൽ. ഇപ്പൊ നമ്മുടെ വീട്ടിലത്തെ തന്നെ ഫോൺ അവിടെ കൊടുത്തു. അപ്പം സന്തോഷമില്ല? എങ്ങനെയുണ്ട്? ഇയാളെ ആദ്യമേ ഫ്രീ ഫയർ ഒക്കെ ഡൗൺലോഡ് ചെയ്തു കേട്ടോ. ഓക്കെ, ഫ്രീ ഫയർ നമ്മുടെ ഇന്ത്യയിൽ കിട്ടത്തില്ല. അപ്പൊ നമ്മൾ കൺട്രി ഒക്കെ ചേഞ്ച് ചെയ്ത് ഇയാൾ എടുത്തിട്ടുണ്ട്. ഭയങ്കര ഫ്രീ ഫയർ പ്ലെയർ ഒക്കെയാണ് കേട്ടോ. അപ്പൊ എന്റെ അടുത്തിരിക്കുന്ന ഇത് യൂട്യൂബർ ആണ്, ബ്രോ ആക്ഷൻ. ചെറിയ ചാനലൊക്കെ ഉണ്ട്, എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്.
ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇന്ന് ചെക്ക്ഔട്ട് ചെയ്യുക പ്രോ ആക്ഷൻസ്. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രോ ആക്ഷൻസിന് ഐഫോൺ കൊടുത്തു. അപ്പൊ നാളെ അതൊന്നുമില്ല. അപ്പോൾ ഐഫോൺ 17 ബോക്സ്, 16 ബോക്സ്, അപ്പൊ ഹോം തിയേറ്ററിൽ ഐഫോൺ 17 ഉണ്ട്, 15 ഉണ്ട്. അപ്പോൾ ഞാനിപ്പോ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് നമ്മുടെ ഐഫോൺ 17 എങ്ങനെയുണ്ട് ക്വാളിറ്റി? ഫുൾ HD 30 FPS എടുത്തോണ്ടിരിക്കുന്നത്. അതും സെൻട്രൽ സ്റ്റേജ്, എങ്ങനെയുണ്ടല്ലോ പറയുന്നത്, സെൻട്രൽ സ്റ്റേജ്. അത് നമ്മുടെ ഫോൺ ഇങ്ങനെ ചരിക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ എടുത്താൽ മതി. ഇങ്ങനെയാണ് ഞാൻ എടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് നല്ലൊരു ഫീച്ചർ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഓക്കെ, ഇത് നമുക്ക് നല്ലതായിട്ട് ഉപകരിക്കും ഈ ഒരു ഫീച്ചർ. എന്തോ നമുക്ക് ഇങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ ഫ്രണ്ടിലത്തെ ക്യാമറയുടെ സെൻസർ വലിയ സെൻസറാണ്. അല്ല, 80 മെഗാ പിക്സലിന്റെ ക്യാമറയാണ് ഫ്രണ്ട് ഇരിക്കുന്നത്. ഇതിന്റെ ഫ്രണ്ട് ക്യാമറ 12 മെഗാ പിക്സലിന്റെ സ്റ്റാൻഡേർഡ് ക്യാമറയാണ്. ഇത് വാൾപേപ്പർ ഒക്കെ ഇട്ടാക്കുന്നത്. ഇത് ഞാൻ മെനഞ്ഞാന്ന് കണ്ട് ഇത് ഞാൻ എടുത്ത് കൊടുത്ത ഫോട്ടോയാണ്. അപ്പൊ ഞാൻ ചിന്തിക്കുന്നില്ല നമ്മൾ ഈ 17 ഇപ്പൊ വാങ്ങിക്കുന്നുണ്ടോ. ഇത് നല്ല ക്വാളിറ്റി ഒക്കെയാണ്. ബാക്കിൽ ഞാനും ചിന്തിക്കുന്നില്ല ഇത് എന്റെ ഫോണാവുന്നു. അപ്പൊ ഗൈസ്, ഇതിന്റെ ബാക്കിലേക്ക് വരുമ്പോ ഇത് 48 മെഗാ പിക്സലിന്റെ ഒരു ഫ്യൂഷൻ ക്യാമറയാണ്. പിന്നെ വൈഡ് 12 മെഗാ പിക്സൽ ആണ്, സ്റ്റാൻഡേർഡ് ആണ്. 48 മെഗാ പിക്സൽ ക്യാമറ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ 17 വരുമ്പോൾ വൈഡും മെയിൻ ക്യാമറയും 48 മെഗാ പിക്സൽ ആണ്. രണ്ട് ഫ്യൂഷൻ 48 മെഗാ പിക്സൽ ക്യാമറ വരുന്നത്. ഓക്കെ, അപ്പം ഇതൊരു ചെറിയൊരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ ആണ്. അപ്പൊ എന്റെ പ്രോന് ഞാൻ 1.5 വർഷം യൂസ് ചെയ്ത ഐഫോൺ 16 അവന് കൊടുത്തിട്ടുണ്ട്. ഒക്കെ വരും കേട്ടോ. അപ്പൊ ഇനി 27 അപ്ഡേറ്റ് പെട്ടെന്ന് തന്നെ വരും. അപ്പൊ കിടിലൻ ഒക്കെയാണ്. 16 ഒരു AI ബിൽഡ് ഫോണാണ്, അതുകൊണ്ട് നല്ലതാണ്. അപ്പൊ ഗൈസ്, ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് ബഡ്ജറ്റിന് ഇതുണ്ടെങ്കിൽ നിങ്ങൾ 16 തന്നെ എടുക്കൂ, നല്ല ഫോണാണ്. പിന്നെ കുറച്ചുകൂടെ ഒന്ന് കൂട്ടിയിട്ട 17 നിങ്ങൾക്ക് എടുക്കാം. അതുപോലെ 17 വില ഇപ്പം ഇച്ചിരി കൂടുന്നൊക്കെ പറയുന്നുണ്ട്, എന്തോ അറിയത്തില്ല. എന്നാലും 17 ഒരു 75-നോ 60-നോ കിട്ടിയ കിടിലം വർത്താണ്. അതിൽ കുറഞ്ഞെടുക്കുവാണെങ്കിൽ 16 വർത്താണ്. പിന്നെ ചെറിയ ഡിഫറൻസ് എന്ന് വെച്ചാൽ ഡിസ്പ്ലേയിൽ മാത്രമേ ഉള്ളൂ. ഒരു 120 Hz ഇല്ലാത്തതിന്റെ ഒരു ഇത്. എങ്ങനെ ഉണ്ട് 60 Hz? ഞാൻ ഉപയോഗിച്ചത് റെഡ്മി ഫോണാണ്. അതിനകത്ത് 120 Hz ഇതുണ്ട്. അത് ഇതും ശരിയുണ്ട്. എന്നാലും ഡ്യൂപ്ലിക്കേറ്റ് 120 Hz. ഇവൻ റെഡ്മി നോട്ട് 10 Pro Max ആണ് യൂസ് ചെയ്തത്. അപ്പോ ഐഫോണിന്റെ 60 Hz അറിയാലോ, ചെറിയ ഒരു നല്ലൊരു സ്മൂത്ത് ആണ്. 60 Hz ആണ് തോന്നത്തില്ല. എന്നാൽ 120 Hz ഇത് അടുത്ത് വെച്ചിരിക്കുമ്പോൾ ആ ഡിഫറൻസ് മനസ്സിലാവും, അല്ലാത്തപ്പോ മനസ്സിലാവത്തില്ല. അങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്തത്. ലാഗൊന്നും അടിയത്തില്ലടാ, നീ യൂസ് ചെയ്തോ, കുഴപ്പമില്ല. ഓക്കെ, അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഞാൻ അടുത്ത് ഇതിന്റെ ഒരു റിവ്യൂ ആയിട്ട് വരാം. ഇതൊരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ ആണ്. 17 കുറിച്ച് ഞാൻ കൂടുതൽ ഒന്നും പറഞ്ഞിട്ടില്ല. സോ ഗൈസ്, ഇപ്പം ഇവന്റെ ഐഫോൺ 16 വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. എന്റെ ഐഫോൺ 16 ആയിരുന്നു. 16-നകത്തുള്ള ആത്മാവ് ഇതിലേക്ക് വന്നു. എന്റെ 16 എങ്ങനെയായിരുന്നു ഇടുന്നത് അതേപോലെ ഇരിപ്പുണ്ട്. പിന്നെ ഇതാണ്ട ഈ ഒരു വാൾപേപ്പർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. എന്റെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ടായിരുന്നു, ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഇതാണ്ട നമ്മുടെ ആക്ഷൻ ഡ്യൂഡ് ഇതേപോലെ മോഡിഫൈ ഒക്കെ ചെയ്യാൻ പോവുകയാണ് ഗൈസ്. ഇതാണ് ഞാൻ ഉപയോഗിച്ചോണ്ടിരുന്നത് എത്ര നാള്. റെഡ്മി നോട്ട് 10 Pro Max ആണ്. അന്നത്തെ കാലത്ത് നല്ല ഫോണാണ്, പക്ഷെ ഇപ്പം സോഫ്റ്റ്വെയർ ഇഷ്യൂ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഞാനും റൊണാൾഡോ ആയിരുന്നു കേട്ടാ. ഇതായിരുന്നു ഞാൻ 16 ഇട്ടിരുന്ന വാൾപേപ്പർ. 17 ഓൺ ഹാൻഡ്, 256 GB ആണ്. ഓക്കെ, അപ്പൊ കവർ ഇടാത്ത ലുക്ക് ഇതാണ്. കണ്ടില്ലെന്ന് പറയല്. ഞാൻ എന്തുകൊണ്ടാണ് ബ്ലൂ എടുത്തതെന്ന് അറിയോ? കുറെ നാളും കൊണ്ടുള്ള ആഗ്രഹം ഗൈസ്. ഫൈനലി ഇപ്പോഴാണ് എനിക്ക് ബ്ലൂ എടുക്കാൻ പറ്റിയത്. നിങ്ങൾക്ക് അറിയോ, എന്റെ കുറെ വീഡിയോയില് ബ്ലൂ ഐഫോൺ ഞാൻ എപ്പോഴും പറയുന്നു. ഫൈനലി അങ്ങനെ ബ്ലൂ കിട്ടിയതാ. ഡോറേമോൻ ബ്ലൂ ആണ്. പക്ഷെ ഐഫോൺ 16 ബ്ലൂ ഒരു ഉജാല മുക്കിയ ബ്ലൂ ആയിരുന്നു. ഭയങ്കര സാച്ചുറേഷൻ ആണ്. ഇത് ഇച്ചിരി ലൈറ്റ് ബ്ലൂ ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത്. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, അപ്പൊ ഇസ്മി രാഹുൽ മനോജ്. അപ്പൊ signing off. Bye guys. So we are back. ലൊക്കേഷൻ ചേഞ്ച് ചെയ്തു. എന്താന്ന് വെച്ചാല് എനിക്ക് ടൈമായി. ഫ്ലൈറ്റ് 4:13 ആണ്. എനിക്കിപ്പോ പോകണം. അതുകൊണ്ട് ഞാനിപ്പോ ഈ ഫോൺ കൊടുക്കാൻ വേണ്ടി ആക്ഷനോട് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോ സോ ഗൈസ്, ആപ്പിൾ മാജിക്കൽ ഫോൺ. സോ ബൈറ്റ്. മതിയോ അതുകൂടി ഇങ്ങെടുക്കും. ഇത് പറയട്ടെ. അങ്ങനെ 17 ബോക്സ് അവൻ എന്റെ തട്ടിപ്പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് ആക്ഷൻ ഡ്യൂഡിന്റെ ബ്രോന് കൊടുക്കാൻ വേണ്ടിയുള്ള ഫോണാണ്. ബ്രോ ആക്ഷന് കൈമാറുകയാണ്. ഹലോ, നിക്കൂ. ഓ, കിമ്മണ്ണൻ ഇവിടെ നിന്നിട്ട് മൈൻഡ് പോലും ചെയ്തില്ല. അപ്പൊ എന്തായാലും ഞാൻ പോയാണ്. ഐ വിഷ് യു എ ഗ്രേറ്റ് ഡേ. പ്രേ ഫോർ ആപ്പിൾ. ബ്ലഡി ഇൻസെക്ട്സ്. കേരളത്തിലെ ഓരോ കാര്യങ്ങളെ നേച്ചർ ബ്യൂട്ടി. ശരിയെന്നാ. ഓ ശരി. അടുത്ത 18 Pro വാങ്ങിക്കുക. ഇയാള് വലിയ കോടീശ്വരനല്ലേ, എന്നാ കുറച്ച് പൈസ വെച്ചാ ഞാൻ വാങ്ങിക്കാം.